ഹരേ കൃഷ്ണ. രാധേ രാധേ. എന്തൊക്കെ പരാതികളാണ് കണ്ണനുണ്ണിയെക്കുറിച്ച്. വെണ്ണ കട്ടവൻ, മണ്ണുവാരി വായിലിട്ടവൻ, തൈര് കലമുടച്ചവൻ, ഒന്നും പോരാത്തതിന് ഗോപികമാരുടെ വസ്ത്രാപഹരണവും പാവം കണ്ണനുണ്ണിയുടെ മേലുണ്ട്. ഇനി വലുതായപ്പോഴോ അമ്മാവനെ വധിച്ചവൻ, നന്ദച്ചനെയും യശോദമ്മയെയും വിട്ടുപോന്നവൻ, രാധാറാണിയെ വിരഹിണിയാക്കിയവൻ, രുക്മിയെ വധിച്ചവൻ, സെമന്തകമണി മോഷ്ടിച്ചവൻ, കുരുക്ഷേത്ര യുദ്ധത്തിലെ തന്ത്രങ്ങളെ ചൊല്ലി അങ്ങനെ ഭഗവാനെതിരെ പരാതികളുടെ ഒരു നീണ്ട ശൃംഖല. എല്ലാ വിമർശനങ്ങളെയും വേദനകളെയും ഉള്ളിലൊതുക്കിയ പൊന്നു ഭഗവാൻ ചാരുതയാർന്ന തൂമന്ദഹാസത്തിലൂടെ ആ ദുഃഖങ്ങളെയെല്ലാം ഒളിപ്പിച്ചു. പൊന്നു ഭഗവാൻ കർമ്മസാക്ഷാത്കാരത്തിനായി അനേകം ലീലകൾ ആടേണ്ടി വന്നുവെന്നു മാത്രം. പൊന്നു ഗുരുവായൂരപ്പ ഓരോരോ ലീലകളിലൂടെയും എങ്ങനെ ജീവിതത്തെ നേരിടാമെന്നു കാണിച്ചു തന്ന ദിവ്യ പുരുഷോത്തമൻ. അനുഭവങ്ങൾ മുന്നേറാനുള്ള പാഠങ്ങളായി ഭഗവാൻ പകർത്തു കാണിച്ചു. തളരുമ്പോൾ ജീവിതയാത്രയിലെ പടവുകൾ കയറാനാവാതെ കിതയ്ക്കുമ്പോൾ, എൻ്റെ കൃഷ്ണ, നീ മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടായി എന്ന് ഉള്ളു തുറന്ന് വിളിച്ചാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. അത് തീർച്ചയാണ്. എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം നമുക്ക് അനുഭവപ്പെടും. അത് മറ്റാരുമല്ല, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ സഹായഹസ്തമാണ്. ഹരേ കൃഷ്ണ. രാധേ രാധേ.